പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എനിക്ക് ഈ ഞരമ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആ ബോട്ടിലുണ്ടല്ലോ, ഒരു ബോട്ടിൽ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇനിയൊരു ടെസ്റ്റിന് പറയാച്ചാൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനായിരുന്നു, അത് മാറ്റി ഗുളികമ്മലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്ന ആൾക്കാർ, ഞാൻ എന്ത് വന്ന് പറഞ്ഞാലും കള്ളം 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 എന്ന് പറയുന്ന ആൾക്കാരോട് ഇതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാട്ടോ. ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പം എന്താണ് എനിക്ക് മെഡിസിൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ സഹിതം ഞാൻ ചെയ്ത് വീഡിയോ ഇടാൻ തയ്യാറാണേ. കാരണം ഞാൻ എന്ത് ചെയ്താലും അത് ഞാനായതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പാ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കത്രിക വയറ്റിൽ വെച്ച് മറന്നുപോയൊരു വിഷയം ഉണ്ടല്ലോ, അതങ്ങനെ എൻ്റേതായിരുന്നേ. ജസ്ന അവൾ മനഃപൂർവ്വം വിഴുങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞേനെ. അതുകൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനൊക്കെ തെളിവുകൾ വേണമെങ്കിൽ തരാൻ തയ്യാറാട്ടോ. ഹോസ്പിറ്റലുകാരോട് വാങ്ങിയ പൈസക്ക് നിങ്ങൾ എന്തായാലും നീതി പുലർത്തണം. നീതി പുലർത്താതിരിക്കരുത്. എനിക്ക് നീതി കിട്ടണം, അല്ലെ എനിക്ക് ന്യായം കിട്ടണം, ഇനി അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഈ ഒരു വിഷയത്തെ എന്താ പറയുക, വീണ്ടും വീണ്ടും അല്ലെ അവരുടെ അടുത്തേക്ക് പോവുകയോ അല്ലെ അവരോട് എന്തെങ്കിലും നഷ്ടപരിഹാരം ചോദിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. അവർ എൻ്റെ കാല് പഴയ രൂപത്തിലാക്കി തരും എന്ന് വാക്കാലെ പറഞ്ഞിട്ടുള്ളൂ. അവർ ഒരു സ്റ്റേഷനിലും എഴുതി കൊടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. ആ വാക്ക് അവർ പാലിച്ചിട്ടില്ല. ആ വാക്ക് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ സിറ്റുവേഷൻ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലുകാരെ കോണ്ടാക്ട് ചെയ്തില്ല. കാരണം നമ്മൾ അവിടെ ഈ ഒരു ഇതുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ ടെസ്റ്റിന് തന്നെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ ബാധ്യത പോലെയാണ്. അപ്പോൾ ഇവരുടെ പലരുടെയും എന്താ പറയുക, ഇത് കണ്ടു, ഹോസ്പിറ്റലുകാരോട് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പൈസ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലുകാർ പറയുന്ന ഒരു തെളിവുകൾ നിങ്ങൾക്ക് പുറത്തു വിടാൻ പറ്റും. ഞാൻ ഒരുപാട് ചലഞ്ചുകളുമായിട്ട് വന്നു. ഇതിനൊന്നും റിയാക്ട് ചെയ്യാൻ ആരും വരുന്നില്ലല്ലോ. ഈ പറയുന്ന ചലഞ്ചുകൾ ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാൻ വരിക, അതൊന്നും അവർ വരുന്നില്ല. അവർക്കതൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് തളരരുത്. ആര് തളരുന്നു? ഞാൻ എന്ത് കാര്യം ഇട്ടാലും അതിൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. അത് ഞാനിപ്പം അന്ത്യശ്വാസം വലിക്കുന്നതാണെങ്കിൽ പോലും അതുവരെ അഭിനയമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഇത് അറിയക്കൊള്ളാം. നമ്മൾ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്തത്. എനിക്ക് ആരുടെയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ കള്ളത്തരം പറയാൻ പറ്റുന്നൊരു സംഭവമാണോ? എൻ്റെ കാല അല്ല എന്നിവർ പ്രൂവ് ചെയ്യുന്നു. ഞാൻ അതിനൊക്കെയാണ് ലൈവായിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് എനിക്ക് ചെയ്ത മെഡിസിന്, എനിക്ക് ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷന്, എൻ്റെ കാല്, ഇതൊക്കെ ലൈവായിട്ട് കാണിച്ചത്. ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും അതപ്പം എടുത്തതല്ല, മുമ്പ് എടുത്തതാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ലൈവായിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കാല് സഹിതം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. നമ്മൾ സത്യത്തെ എത്രത്തോളം ചൂണ്ടിക്കാണിക്കുന്നോ അത് കള്ളത്തരാണ് എന്ന് പറയാൻ മാത്രമേ ആൾക്കാരുള്ളൂ. ആ സത്യത്തെ ഉൾക്കൊള്ളാൻ ആരുമില്ല. ഇവരൊന്നും ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ടും അല്ല ഞാൻ ജീവിക്കുന്നത്. അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ ഇനി ഒരാൾക്ക് ആ ഒരു ക്ലിനിക്കിൽ നിന്ന് വരരുത് എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സ് കണ്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൊറോണ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ വരെ അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പലരും പരാതിയായിട്ട് കൊയിലാണ്ടി സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് വരെ പരാതിപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ കൊയിലാണ്ടി സ്റ്റേഷനുകാർ പോലും അവരുടെ നേർക്ക് നടപടിയെടുക്കൂല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ആ ക്ലിനിക്കിന് എല്ലാവരും ഭയക്കുന്നു. എന്തോ ഒരു നിഗൂഢത പോലെയുള്ള ഒരു ക്ലിനിക്കാണ്. എനിക്കറിയില്ല എന്താണ്.
അപ്പോൾ എൻ്റെ അവസ്ഥ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അല്ലാതെ ക്ലിനിക്കുകാരോടോ നേഴ്സിനോടോ ഒന്നും ഞങ്ങളൊരു 5 പൈസ ചോദിക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. CI മുഖാന്തരം അവിടുത്തെ സെക്യൂരിറ്റി ഉറപ്പ് കൊടുത്തത്. സെക്യൂരിറ്റി മാനേജറോ അവിടുത്തെ ചെയർമാനോ പാർട്ട്ണർമാരോ ഒന്നുമല്ല, സെക്യൂരിറ്റിയാണ് ഉറപ്പ് കൊടുത്തത്. എൻ്റെ കാല് പയ്യെ രൂപത്തിലാക്കി തരാമെന്ന്. എന്ന് വെച്ചാൽ അവരാരും അതിൻ്റേതായിട്ടുള്ള ഒരു നടപടികളും അവിടുന്ന് സ്വീകരിക്കാത്ത പക്ഷമാണ് ഞാൻ ആ വീഡിയോ ഇട്ട് ഞങ്ങളുടെ നാട്ടിലുള്ളവരെങ്കിലും അറിയണം ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അല്ലാതെ പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹോസ്പിറ്റലെന്നും പറയാൻ പറ്റില്ല, ക്ലിനിക്ക്. അപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ച് കൂവി നിങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഈ പോളി ക്ലിനിക്ക് സ്പെഷ്യാലിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്കാർക്കും അറിയ പോലുമില്ല. നിങ്ങളോട് ആരോടും പറഞ്ഞിട്ട് പോലും കാര്യമല്ല. പക്ഷെ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് അറിയണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അല്ലാതെ ഞങ്ങൾ അവിടെ പോയിട്ട് നഷ്ടപരിഹാരം ചോദിക്കുകയോ അല്ലേ എനിക്ക് ഇത്രയും ദിവസം ഇത്രയും നാളെ ഞാൻ ചികിത്സിച്ചതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചോദിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് അവിടുന്ന് നമ്മൾ ഡോക്ടർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഫീസ് പോലും ഞങ്ങൾ ആരും തിരിച്ച് മേടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്നെ ഇതിന് മാത്രമൊക്കെ വെറുക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു കൃഷ്ണനെ വരയ്ക്കുന്ന ഇതിന് മാത്രം വലിയ പാപമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടിരിക്കുന്നത് മുസ്ലിം നാമധാരികളാണ്. എന്നാൽ ഇവരൊക്കെ വന്നിട്ട് എൻ്റെ കുടുംബം നോക്കട്ടെ. ഇതേ മുസ്ലിം വിശ്വാസപ്രകാരം തന്നെ പറയുന്നുണ്ട്, മാതാപിതാക്കളെ മക്കളെയൊക്കെ നോക്കുന്നവർ സ്വർഗത്തിലാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും മക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് അവർക്ക് ആ ഉപജീവന മാർഗം അവർക്കൊരു വിഷയം. മാതാപിതാക്കളെയും മക്കളെയും നോക്കുന്നത് അവരൊന്നും എവിടെയും കാണുന്നില്ല. ഞാൻ നേരെ മറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എൻ്റെ മാതാപിതാക്കളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.